മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റിൽ നിന്ന്, അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ്റെ സ്റ്റഡിയിൽ നിന്ന് മെൻഡൽ 2 ലോ പുട്ട് ഫോർവേഡ് ചെയ്യുന്നു, ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതുപോലെ മെൻഡലിൻ്റെ രണ്ടാമത് ഡൈഹൈബ്രിഡ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസിൽ നിന്ന് മെൻഡൽ പുട്ട് ഫോർവേഡ് ചെയ്ത ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. സോ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഡൈഹൈബ്രിഡ് എക്സ്പെരിമെൻ്റ്, അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ് വഴിയാണ് ഈ ലോ പുട്ട് ഫോർവേഡ് ചെയ്തത്. അതിലെന്താണ് പറയണതെന്ന് നോക്കാം. വെൻ 2 pairs of traits are combined in a hybrid. അപ്പോൾ നമ്മൾക്കറിയാം ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീനിൽ 2 ക്യാരക്ടേഴ്സ്, 2 ട്രേറ്റുകളാണ് സ്റ്റഡി ചെയ്യുന്നത്. സോ അങ്ങനെ 2 pairs of traits are combined. നമ്മൾ പറഞ്ഞു റൗണ്ട് യെല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് റിങ്കിൾഡ് ഗ്രീൻ, അങ്ങനെ 2 പെയർ ഓഫ് ട്രേറ്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ റൗണ്ട് യെല്ലോ അതേപോലെ റിങ്കിൾഡ് ഗ്രീൻ 2 പെയർ ഓഫ് ട്രേറ്റുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ സെഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അതർ പെയർ ഓഫ് ക്യാരക്ടേഴ്സ്. ഇതിൽ ഒരു പെയറിൽ ഒരു ക്യാരക്ടർ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അടുത്ത പെയർ ഓഫ് ക്യാരക്ടറിനെ ചെക്ക് ചെയ്യണില്ല, അതിനെ നോക്കി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. സോ ഒരു പെയർ ഓഫ് ക്യാരക്ടറിൽ ഒരെണ്ണം മറ്റേ പെയറിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് എന്നാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. സോ പെയർ ഓഫ് ക്യാരക്ടർ, സോ വെൻ 2 pairs ഓഫ് ട്രേറ്റ്സ് ആർ കമ്പൈൻഡ്, 2 ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്യുമ്പോൾ അവർ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഹൈബ്രിഡായി മാറുമ്പോൾ സെഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ, ആ ക്യാരക്ടറിന് ഒരു പെയറിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് അതർ പെയർ, മറ്റേ പെയറിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ അസോർട്ട് ചെയ്ത് വരുന്നത്. ഇതാണ് നമ്മുടെ റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചത്. സോ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ, റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ. അതിൽ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞത് റൗണ്ട് എന്ന് പറഞ്ഞ ട്രീറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യണം, അതായത് അതിൻ്റെ ഷേപ്പ്. അതുപോലെ യെല്ലോ എന്ന് പറഞ്ഞത് അതിൻ്റെ കളറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ട്രേറ്റ്. സോ പെയർ ഓഫ് ക്യാരക്ടേഴ്സ് എന്തായിരുന്നു? റൗണ്ട് യെല്ലോ, റൗണ്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, യെല്ലോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതുപോലെ അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് റിങ്കിൾഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഗ്രീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അങ്ങനെ പെയർ ഓഫ് ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഇൻ എ ഹൈബ്രിഡ്, ഒരു ഹൈബ്രിഡായിട്ട് മാറുമ്പോൾ അതിൽ ഗാമെറ്റ് ഫോം ചെയ്യുമ്പോൾ മിയോസിസ് സമയത്ത് അവർ റിഡക്ഷൻ ഡിവിഷൻ സമയത്ത് ഗാമെറ്റ് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ഹൈബ്രിഡായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സെഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് പെയർ ഓഫ് യെല്ലോൻ്റെ റൗണ്ട് യെല്ലോ ആയിട്ടാണ് നിൽക്കുന്നതിൽ, ഇതിൽ ഈ ക്യാപിറ്റൽ ആർ ഈ വൈനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വരുന്നത്. അത് റൗണ്ട് യെല്ലോ എന്നുള്ളത് ഒരുമിച്ച് തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. റൗണ്ട് വേറെ, യെല്ലോ വേറെ, അതുപോലെ റിങ്കിൾഡ് വേറെ, ഗ്രീൻ വേറെ. ഓരോ ഗാമറ്റുകളും മിയോസിസ് സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഈവൺ ദോ അവർ നിൽക്കുന്നത് പെയർ ആയിട്ടാണെങ്കിൽ, പെയർ ഓഫ് ക്യാരക്ടറായിട്ട് നിന്നാലും അവർ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അസോർട്ട് ചെയ്യണം. സോ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ, അങ്ങനെ ആ പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി. സോ ഈ ആറിനെ റെപ്രസെൻറ്റ് ചെയ്ത് റൗണ്ട്, യെല്ലോനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് യെല്ലോ, ഈ റിങ്കിൾഡിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് സ്മോൾ ആർ, ഈ സ്മോൾ വൈനെ ഗ്രീൻ. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ ഗാമറ്റുകൾ അസോർട്ട് ചെയ്ത്. എന്നിട്ട് അവർ ഹൈബ്രിഡായിട്ട് ഫോം ചെയ്തപ്പോൾ എങ്ങനെയാണ് ഗാമറ്റുകൾ? റൗണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. സോ റൗണ്ട് യെല്ലോ എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡായിട്ട് ഫോം ചെയ്തു. ഇവർ ഫോം ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സും ഈവൻ ദോ അവർ പെയർ ആയിട്ടിരുന്നാലും അവരിൽ ഓരോ ക്യാരക്ടേഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്തത്. സോ നമുക്കറിയാം ഇതിൽ കിട്ടിയ റേഷ്യോ എന്തായിരുന്നു? ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ 9:3:3:1 ആണ് നമുക്ക് കിട്ടിയ ഡൈഹൈബ്രിഡിന് കിട്ടിയ റേഷ്യോ. ആ റേഷ്യോ എങ്ങനെയാണ് വന്നത്? അതൊരു കോമ്പിനേഷൻ സീരീസ് ആയിട്ടാണ്. ഈ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആ പാരൻ്റൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ സീരീസ് ആയിട്ടാണ് ഇവർ ഫോം ചെയ്തത്. ഈ കോമ്പിനേഷൻ സീരീസ് ഇതൊക്കെയായിരുന്നു: 3 യെല്ലോ ആൻഡ് 1 ഗ്രീൻ, അതിൽ യെല്ലോ ആൻഡ് ഗ്രീന്, 3 യെല്ലോ ആൻഡ് 1 ഗ്രീൻ, അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? 3 റൗണ്ട് ആൻഡ് 1 റിങ്കിൾഡ്. സോ കോമ്പിനേഷൻ സീരീസ് വന്നത്, ഈ റേഷ്യോ വരാൻ വന്നത് 3 യെല്ലോ ആൻഡ് 1 ഗ്രീൻ, 3 യെല്ലോ 1 ഗ്രീൻ ആൻഡ് 3 റൗണ്ട് 1 റിങ്കിൾഡ്.
ഈ കോമ്പിനേഷൻ സീരീസിൽ നിന്നാണ് നമുക്ക് 9:3:3:1 എന്ന് പറഞ്ഞ റേഷ്യോ കിട്ടിയത്. അതെങ്ങനെയാണ് കിട്ടിയത്? സോ 3 റൗണ്ട് 1 റിങ്കിൾഡ്, അതിൽ 3 റൗണ്ട് 1 റിങ്കിൾഡ്, അതിൽ 3 യെല്ലോ 1 ഗ്രീൻ എന്ന് പറഞ്ഞ സംഭവം ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് തന്നെയാണ് ഈക്വൽ ടു ഈ പറഞ്ഞ 9:3:1. എന്താണ് നമുക്ക് കിട്ടിയത്? 2 പാരലൽ കോമ്പിനേഷൻ, 2 റീകോമ്പിനൻസും. അതിൽ ഇതാണ് നമുക്ക് ഈ സീരീസ് ഓഫ് കോമ്പിനേഷൻസ് നമുക്ക് കിട്ടിയത്. എങ്ങനെയാണ്? 9 റൗണ്ട് യെല്ലോ, 3 റിങ്കിൾഡ് യെല്ലോ, 3 റൗണ്ട് ഗ്രീൻ ആൻഡ് 1 റിങ്കിൾഡ് ഗ്രീൻ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അതിൽ ഈ റൗണ്ട് യെല്ലോ എന്നുള്ളത് പാരൻ്റൽ ക്യാരക്ടേഴ്സും റിങ്കിൾഡ് ഗ്രീൻ ഒരെണ്ണം എന്നുള്ളതും പാരൻ്റൽ ക്യാരക്ടേഴ്സും ആണ്. ഇത് രണ്ടാണ് നമുക്ക് കോമ്പിനേഷനായിട്ട് കിട്ടിയത്. ആ കോമ്പിനേഷൻ കിട്ടിയത് 3 റിങ്കിൾഡ് യെല്ലോ, 3 റിങ്കിൾഡ് യെല്ലോ, അതുപോലെ 3 റൗണ്ട് ഗ്രീൻ. അതാണ് ഉദ്ദേശിച്ചത്, 3 റൗണ്ട് ഗ്രീൻ. ഈ കോമ്പിനേഷൻ ആയിരുന്നു 3 റൗണ്ട് ആൻഡ് ഗ്രീൻ 1 ഗ്രീൻ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ യെല്ലോ റിങ്കിൾഡ് കോമ്പിനേഷൻ, അതാണ് 3 റിങ്കിൾഡ് യെല്ലോ. സോ യെല്ലോ റിങ്കിൾഡ് കോമ്പിനേഷൻ, റൗണ്ട് ഗ്രീൻ കോമ്പിനേഷൻ, ഇങ്ങനെയാണ് കിട്ടിയത്. സോ റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ. ഈ പറഞ്ഞ 9:3:3:1 റേഷ്യോ കിട്ടിയത് ഈ പറഞ്ഞ കോമ്പിനേഷൻ സീരീസിൽ നിന്നാണ്. അത് എങ്ങനെയാണ് വന്നത്? നമ്മുടെ ഈ പാരൻ്റൽ ക്യാരക്ടേഴ്സായ റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് യെല്ലോ രണ്ടും കൂടി ക്രോസ് ചെയ്തപ്പോൾ അവരിൽ ഓരോ ക്യാരക്ടേഴ്സും, പെയർ ഓഫ് ക്യാരക്ടേഴ്സിൽ ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്ത് വന്നത്. ഹൈബ്രിഡ് ആയി ഫോം ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ആർ എന്ത് ക്യാരക്ടറായിരുന്നു? റൗണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്. സോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ആറിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ ഇൻഡിവിജ്വൽ സ്മോൾ ക്യാപിറ്റൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഓരോന്നും എടുത്ത് എഴുതിയില്ല എന്ന് മാത്രം, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത്. അതുപോലെ ഇതിനെ ക്യാപിറ്റൽ വൈ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. നമ്മൾ ഒരെണ്ണം മാത്രമേ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. സോ ഇങ്ങനെ എഴുതണം ക്യാപിറ്റലിൽ ഓരോന്നും. ഇതിൽ 50% ഗാമറ്റ് ക്യാപിറ്റൽ ആറിനെ ഫോളോ ചെയ്യുന്നു, അതുപോലെ 50% സ്മോൾ ആറിനെ ഫോളോ ചെയ്യുന്നു. സോ 50% ആർ ഗാമറ്റും 50% സ്മോൾ ആർ ഗാമറ്റും എന്ന് പറഞ്ഞ ജീനുമാണ്. അതോടൊപ്പം തന്നെ ഈ 50% ആർ ഗാമറ്റ് ക്യാപിറ്റൽ വൈയുമായിട്ടും 50% സ്മോൾ വൈയുമായിട്ടും കമ്പൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ 50% ഗാമറ്റ് ക്യാപിറ്റൽ ആർ ജീനും 50% ഗാമറ്റ് സ്മോൾ ആർ ജീനും. അതുപോലെ ഇവരുടെ അലിയിൽ ഈ ആർ ജീൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞ ജീനും അതുപോലെ തന്നെ സ്മോൾ വൈ എന്ന ജീനിനും കോമ്പിനേഷൻസ് ഓരോ ക്യാരക്ടേഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 16 കോമ്പിനേഷൻസ് കിട്ടുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 50% സ്മോൾ ആർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ ആയിട്ടും 50% സ്മോൾ ആർ എന്ന് പറയുന്നത് സ്മോൾ വൈ ആയിട്ട് കമ്പൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ക്യാപിറ്റൽ ആറ് ക്യാപിറ്റൽ വൈ ആയിട്ടും ക്യാപിറ്റൽ ആറ് സ്മോൾ വൈ ആയിട്ടും കമ്പൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്മോൾ ആറ് ക്യാപിറ്റൽ വൈ ആയിട്ടും സ്മോൾ ആറ് സ്മോൾ വൈ ആയിട്ടും ജോയിൻ ചെയ്യാനുള്ള സാധ്യത. സോ ഈ പറഞ്ഞ ഗാമറ്റുകൾ ഫോം ചെയ്യണം. മിയോസിസ് സമയത്ത് ഗാമറ്റ് ചെയ്യുമ്പോൾ ഓരോ ഗാമറ്റുകളും ഓരോ പെയർ ഓഫ് ക്യാരക്ടേഴ്സിൽ ഓരോ ട്രീറ്റുകളും ഓരോ ക്യാരക്ടറുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സോ ആർ ജീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്ത് വന്നു, സ്മോൾ ആർ ജീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്തു. സോ 50% ആർ ജീൻ ഇൻഡിപെൻഡൻ്റ് ആയി അസോർട്ട് ചെയ്ത് വന്നു, 50% സ്മോൾ ആർ ജീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്ത് വന്നു. അതോടൊപ്പം തന്നെ ഈ 50% ആർ ജീൻ കമ്പൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ വൈയുമായിട്ടാവാം, അതുപോലെ അല്ലെങ്കിൽ സ്മോൾ വൈയുമായിട്ടാവാം. അതുപോലെ ഈ 50% അസോർട്ട് ചെയ്ത് വന്ന സ്മോൾ ആർ എന്ന് പറഞ്ഞ ജീൻ ക്യാപിറ്റൽ വൈയുമായിട്ടും കമ്പൈൻ ചെയ്യാം, അതോടൊപ്പം തന്നെ സ്മോൾ വൈയുമായിട്ടും കമ്പൈൻ ചെയ്യാം. സോ ഓരോന്നും ഓരോ പെയർ ഓഫ് ക്യാരക്ടറിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവരെ അസോർട്ട് ചെയ്ത് വരുന്നത്. അങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഗാമറ്റുകളാണ് കിട്ടുന്നത്. ഈ പറഞ്ഞ കോമ്പിനേഷനിൽ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീനിൽ 4 ടൈപ്പ് ഗാമറ്റുകൾക്കുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് വന്നത്? ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ആറ് ക്യാപിറ്റൽ വൈയുമായിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്ത് വരാം. അതുപോലെ ക്യാപിറ്റൽ ആറ് സ്മോൾ വൈയുമായിട്ടും ക്യാപിറ്റൽ ആറ് സ്മോൾ വൈയുമായിട്ടും ജോയിൻ ചെയ്യാം. അതുപോലെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, അതുപോലെ സ്മോൾ ആർ സ്മോൾ വൈ, സ്മോൾ ആർ സ്മോൾ വൈ, അങ്ങനെ ഈക്വലായിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ 100% പോപ്പുലേഷനിൽ ഇതിൽ ഓരോന്നിനും 25% അഥവാ 1/4 ഓഫ് ദ ടോട്ടൽ ഗാമറ്റ്. സോ ഈ പറഞ്ഞതൊക്കെ ഗാമറ്റുകളാണ്, ഇൻഡിവിജ്വൽ ഗാമറ്റുകളാണ്.
ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പ്രകാരം ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പ്രകാരം ഉണ്ടായ ഇൻഡിവിജ്വൽ ഗാമറ്റുകളാണ് ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്ത് വന്നത്. അതിനുള്ള സാധ്യത 1/4 ഓഫ് ദ ടോട്ടൽ ഗാമറ്റ്. സോ 25, 25, 25, 25 അങ്ങനെ ടോട്ടലാണ് നമ്മൾ പറഞ്ഞാൽ 100% ആയിട്ട് വരുന്നത്. സോ 1/4 ഓഫ് ദ ടോട്ടൽ ഗാമറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 25% ആണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ അവസാനം നമുക്ക് റേഷ്യോ F2 കിട്ടുന്നത് 9 റൗണ്ട് യെല്ലോ, 3 റിങ്കിൾഡ് യെല്ലോ, 3 റൗണ്ട് ഗ്രീൻ ആൻഡ് 1 റിങ്കിൾഡ് ഗ്രീൻ. അതിൽ ഈ രണ്ടെണ്ണം 9ഉം 1ഉം റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ എന്നുള്ളത് പാരൻ്റൽ കോമ്പിനേഷനും നമുക്ക് കിട്ടിയ 3 റിങ്കിൾഡ് യെല്ലോ 3 റൗണ്ട് ഗ്രീൻ എന്നുള്ളത് ഈ കോമ്പിനേഷൻ സീരീസിൽ നിന്നും കിട്ടിയതാണ്. ആ കോമ്പിനേഷൻ സീരീസിൽ കിട്ടിയത് 3 യെല്ലോ ആൻഡ് 1 ഗ്രീന് 3 റൗണ്ട് ആൻഡ് 1 റിങ്കിൾഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ആ കോമ്പിനേഷൻ സീരീസിലൂടെയാണ് നമുക്ക് 3 റിങ്കിൾഡ് യെല്ലോ എന്നുള്ളത് കിട്ടുന്നത്. റിങ്കിൾഡ് യെല്ലോ കോമ്പിനേഷൻ, അതുപോലെ റൗണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ കിട്ടുന്നത്. സോ ഈ 3 റൗണ്ട് ഈസ് ടു 1 റിങ്കിൾഡ് എന്നുള്ളത്, അല്ലെങ്കിൽ 3 യെല്ലോ ഈസ് ടു 1 ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർമുലയായിട്ട് F2 കിട്ടുമ്പോൾ സോ ഇത് തന്നെയാണ് ഈ കോമ്പിനേഷനാണ് നമുക്ക് ഇങ്ങനെ 9:3:3:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ കിട്ടിയത്. അപ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു പെയർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ് സ്റ്റഡി ചെയ്യുമ്പോൾ അവർ കമ്പൈൻ ചെയ്തൊരു ഹൈബ്രിഡ് ഫോമിലായിട്ട് മാറുമ്പോൾ അതിൽ ഓരോ പെയർ ഓഫ് ക്യാരക്ടേഴ്സും സെഗ്രിഗേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് അതർ പെയർ. മറ്റേ പെയറിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോ പെയർ ഓഫ് ക്യാരക്ടേഴ്സും സെഗ്രിഗേറ്റ് ചെയ്ത് വരുന്നത്. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്.